നമ്മുടെ കുട്ടികളിൽ ഫോൺ കൊടുക്കും നോക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ ചില സമയത്ത് ഫോൺ എടുത്തിട്ട് താഴെ ഇടും, ചിലപ്പോൾ അവർ തന്നെ അറിയാണ്ട് വീഴും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോണിൻ്റെ അകത്ത് വരുന്ന കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. ഇതൊരു കസ്റ്റമർ നമുക്ക് അയച്ചു തന്നതാണ്, കൊറിയർ വർക്കാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിലെടുക്ക് ഫോൺ കൊടുക്കും, ആൾ താഴെ ഇടും, ഇങ്ങനെയുള്ള പതിവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് വൈഫൈ വർക്ക് ചെയ്യാതെ കംപ്ലൈൻ്റ് ആയി. പിന്നെ ബ്ലൂടൂത്ത് ഇല്ല, വൈഫൈ ഇല്ല. എന്നിട്ട് കസ്റ്റമർ അത് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. പിന്നെ വന്നൊരു കംപ്ലൈൻ്റാണ് നോ സർവീസ്. ആ സമയത്താണ് നമുക്ക് ഫോൺ കൊണ്ടു തരുന്നുള്ളത്, കൊറിയർ വിട്ടുതരുന്നുള്ളത് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇതിൽ അവർക്ക് മനസ്സിലായി, അവർക്കറിയില്ലല്ലോ, അവർ താഴെ വീണിട്ട് വശം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളിൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ് പ്രിൻ്റ് ഡാമേജ് ആവും. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ഇത് റിപ്പയർ ചെയ്ത് കിട്ടണം, ബോർഡ് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ ബഡ്ജറ്റിൽ ചെയ്യണം, അതാണ് കസ്റ്റമർ ആവശ്യം. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കി, സെയിം ഇഷ്യൂ തന്നെയാണ്. പിന്നെ നമ്മൾ ബേസ് ബാൻഡ് സി പി ഒന്ന് റിബോൾ ചെയ്തിട്ട് നമുക്കൊരു ഷോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ബേസ് ബാൻഡൈസ് റിമൂവ് ചെയ്ത് ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് വീണ്ടും ആ ബേസ് ബാൻഡൈസ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കംപ്ലൈൻറ്റൊക്കെ പക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ എന്ത് വർക്ക് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഷോപ്പ് വരുന്നുള്ളത് ചൗക്കിയിലാണ്, കമ്പാറ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ ലിബാസ് കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓക്കെ, അപ്പോൾ എന്ത് വർക്ക് ഉണ്ടെങ്കിലും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.